ഈ വിശുദ്ധ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നാം ഒരുമിച്ച് കൂടി വന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ സ്വർഗീയമായ സാന്നിധ്യം നമുക്ക് ഏവർക്കും വളരെ ഹൃദ്യമായി അനുഭവിക്കാനും ഭവനത്തിൻ്റെ പരിമിതമായ ചുറ്റുപാടുകളിലാണ് നാം ആയിരിക്കുന്നതെങ്കിലും സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. തലകളെ ഉണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഒരിക്കൽ കൂടി ഞങ്ങൾ തിരുമുൻപിൽ അടുത്തു വരുന്നു. അങ്ങേ ആരാധിപ്പാനായി ഞങ്ങൾ ഒരുങ്ങുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും അവിടുത്തെ പരിശുദ്ധാത്മാവ് ഒരുക്കുകയും അങ്ങേ യോഗ്യമായ രീതിയിൽ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 23-ാമത്തെ കീർത്തനം നമുക്ക് കാണാം. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏകകർത്താവാകും. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയായി ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾക്കാൻ നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവന്റെ വിശുദ്ധ വഴികളിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുമെന്ന് സ്വർഗ്ഗസ്ഥനായ ഞങ്ങൾ പ്രകാശത്തിലായി നടന്നിരിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവിനെങ്കിലും ഞങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല. ഞങ്ങളോട് കരുണയാകണമേ. യേശുക്രിസ്തുവിന്റെ നിങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിങ്ങളുടെ വിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പിടിപ്പാണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ വളർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാനുള്ള പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ മേലായ നിശ്ചയിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നുവെന്നുള്ളത് വിശ്വാസം എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മനസ്സാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന്
തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടാകും. നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തിന് പിൻപ് 7-ാം ഞായറാഴ്ചയിലേക്കുള്ള അപേക്ഷയും വേദഭാഗങ്ങളും ദൈവത്തിന്റെ ശുശ്രൂഷ ഞങ്ങളെ ഫലമേൽപ്പിക്കുകയും ബലവും ധൈര്യവും ഉള്ളവരായി ഞങ്ങളെ നടത്തുകയും ചെയ്യുന്ന സർവാധിപതിയായ ദൈവമേ, ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായിരിക്കുവാൻ ലജ്ജിക്കാതെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോയി സുവിശേഷം പ്രഘോഷിക്കാനും ജനങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാനും ഇടയാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിലേക്കുള്ള വേദഭാഗങ്ങൾ ഇപ്പോൾ വായിച്ച് കേൾക്കാം. ഒന്നാം പാഠം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെ. യോശുവ 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾപ്പീൻ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്: എൻ്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. നിന്റെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ എതിരായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രമിരിക്കാം. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഇവിടെ പാഠം അവസാനിക്കുന്നു. സങ്കീർത്തനം 18 1 മുതൽ 6 വരെയും 20 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനം 18 1 മുതൽ 6 വരെയും 20 മുതൽ 30 വരെയും. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുതിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കണികകളും എന്നെ തുടർന്നു പിടിച്ചു. യഹോവ എൻ്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി, എൻ്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. അവന്റെ വിധികളൊക്കെയും എൻ്റെ മുൻപിലുണ്ട്, അവന്റെ ചട്ടങ്ങളെ ഞാൻ വിട്ടു നടന്നിട്ടുമില്ല. യഹോവ എൻ്റെ നീതിപ്രകാരവും അവന്റെ കാഴ്ചയിൽ എൻ്റെ കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരവും എനിക്ക് പകരം നൽകി. നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു.
നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. രണ്ടാം പാഠം. അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് കൊറിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 5-ാം അധ്യായം 16 മുതൽ 6-ാം അധ്യായം 10 വരെയുള്ള ദൈവവചനങ്ങൾ. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിൽ ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെയും ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളിയും രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്നവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നർ ആക്കുന്നവർ, ഒന്നും ഇല്ലാത്തവർ എങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ഇത് രണ്ടാം പാഠം. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 7-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾപ്പിൻ. അനന്തരം യേശു 12 വരെ അടുക്ക വിളിച്ചവരെ 2 അയച്ചു തുടങ്ങി. അവർക്ക് ശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത്, അപ്പവും പൊക്കണവും മടിശീലയിൽ കാശുമരുത്, ചെരുപ്പിട്ടുകൊള്ളാം 2 വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടം വിട്ട് പുറപ്പെട്ടു പോകണം, അതിൽ തന്നെ പാർപ്പിൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടം വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളവീൻ എന്നും അവരോട് പറഞ്ഞു. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടേണ്ടതെന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. അടുത്ത പാട്ട് പാടിയതിനു ശേഷം ഡോക്ടർ മാത്യു ജേക്കബ് ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. ഡോക്ടർ മാത്യു ജേക്കബ് കട്ടപ്പനയിലുള്ള സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൽ ഒഫ്താൽമോളജിസ്റ്റായിട്ട് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ പ്രസംഗിച്ച പ്രിയപ്പെട്ട രാജു ജേക്കബ് അച്ഛൻ്റെ ബ്രദർ-ഇൻ-ലോയാണ് ഡോക്ടർ മാത്യു ജേക്കബ് എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ സാധ്യതകളും കർത്താവിനായി പ്രയോജനപ്പെടുത്തുവാൻ സമർപ്പിക്കപ്പെട്ട ഒരു കുടുംബം. വളരെ പ്രാർത്ഥനയോടെ
ഡോക്ടറിലൂടെ ദൈവശബ്ദം കേൾപ്പാൻ നമുക്ക് ഒരുങ്ങാം. കീർത്തനം 296. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൊല്ലം സെൻറ് തോമസ് CSI സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ആരാധനയിൽ വചന ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട CA ജോസ് അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ഇന്ന് സഭയായി ചിന്തിക്കുന്ന വിഷയം ദൈവജനം ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികൾ എന്നുള്ളതത്രേ. നാം ഇന്ന് പുതിയ നിയമത്തിൽ നിന്ന് വായിച്ച വേദഭാഗത്ത് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 5:20 പ്രകാരം പറയുന്നു, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ജീവനും ചൈതന്യമുള്ള നിൻ്റെ വചനത്തിനായി ഞങ്ങൾ അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു. തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഓരോരുത്തരോടും ഇടപെടണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അവിടുത്തേക്ക് പ്രസാദകരം ആയിരിക്കുമാറാകണമേ. ആമേൻ. ഒരു വിദേശ രാജ്യത്തേക്ക് നിയോഗിച്ച് അയക്കപ്പെടുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ഒരു സ്ഥാനാപതി. തൻ്റെ രാജ്യത്തിൻ്റെ മാനദണ്ഡങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ വിദേശ രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ നിയോഗം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ
ചില സംഭവ വികാസങ്ങൾ മൂലം മീഡിയയൊക്കെ വളരെ ഉത്സാഹപൂർവ്വം ചർച്ച ചെയ്യുന്ന ചില വാക്കുകളാണ് നയതന്ത്ര പ്രതിനിധി, നയതന്ത്ര കാര്യാലയം, കോൺസൽ ജനറൽ മുതലായവ. പൗലോസ് ജീവിച്ചിരുന്ന 1-ാം നൂറ്റാണ്ടിൽ റോമ ചക്രവർത്തിയുടെ പ്രതിപുരുഷന്മാരായി ഇമ്പീരിയൽ പ്രോവിൻസുകൾ എന്നറിയപ്പെട്ടിരുന്ന പ്രവിശ്യകളിൽ, റോമൻ പ്രവിശ്യകളിൽ നിയോഗിച്ച് അയക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് സ്ഥാനാപതികളെന്ന് പറഞ്ഞിരുന്നത്, അംബാസഡേഴ്സ്. പൗലോസ് ഫിലിപ്പിയൻ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലത്രേ. പൗലോസിന്റെ വീക്ഷണത്തിൽ ഓരോ വിശ്വാസിയും ദൈവരാജ്യത്തിൻ്റെ പ്രതിനിധിയായി ദൈവം ലോകത്തിൽ അയച്ചിരിക്കുന്ന ഒരു സ്ഥാനാപതിയാണ്. സ്ഥാനാപതികൾക്ക് പ്രത്യേകമായ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഉണ്ട് നമുക്കറിയാം. എന്നാൽ ഈ ഭാഗത്ത് പൗലോസിൻ്റെ ചിന്ത ആ സ്ഥാനമാനങ്ങളെക്കുറിച്ചോ അധികാരങ്ങളെക്കുറിച്ചോ അല്ല, പിന്നെയോ ഈ സ്ഥാനപതിയുടെ ദൗത്യത്തെക്കുറിച്ചാണ്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ നിയോഗം? അതാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഈ നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് ദൈവത്തിൻ്റെ സ്ഥാനാപതികളുടെ വലിയ നിയോഗം. അത് നാം കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കണം. നിരപ്പ് എന്ന് പറയുമ്പോൾ ഒരു അനുരഞ്ജനം, ശത്രുതയിൽ അകന്നിരിക്കുന്ന രണ്ട് കക്ഷികൾ രമ്യപ്പെട്ട് ഒന്നിച്ച് ചേരുന്നതിനാണ് അനുരഞ്ജനം എന്ന് പറയുക. ദൈവവചനം പറയുന്നത് പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു. ഈ പാപം ഇന്ന് അത്ര ജനപ്രിയമായ ഒരു ഉപദേശമല്ല എന്ന് നമുക്കറിയാം. എന്നാൽ ദൈവവചനം പാപത്തെ വളരെ ഗൗരവമായി കണക്കാക്കുന്നു. അതിൻ്റെ കാരണം ദൈവം പാപത്തെ ഗൗരവമായി എടുക്കുന്നു എന്നത് തന്നെ. ദൈവം ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചാക്കിയ നമ്മുടെ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത നിമിഷം അവർ ദൈവത്തിൽ നകന്നു. ദൈവം അവരോട് വ്യക്തമായി കൽപ്പിച്ചിരുന്നു, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇപ്പോൾ ചിലർ പറയാറുണ്ട്, ആദമും ഹവ്വയും പാപം ചെയ്തിട്ടും മരിച്ചില്ലല്ലോ. എന്നാൽ നാം മനസ്സിലാക്കണം, ദൈവവചനത്തിൽ മരണം എന്ന് പറയുന്നത് ഒരു വേർപാടാണ്. അത് ശാരീരിക മരണത്തെക്കുറിച്ച് നമ്മൾ വേർപാടെന്ന് പറയാറുണ്ട്. എന്നാൽ ആദാമിനും ഹവ്വയ്ക്കും സംഭവിച്ചത് ഒരു ആത്മീയ മരണമാണ്. ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിലാണ് ഇന്ന് എല്ലാ മനുഷ്യരും ജനിക്കുന്നത്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ശാരീരികമായ ജീവനുള്ള മനുഷ്യരോട് അത് പറയുന്നത്. പക്ഷെ അവരുടെ ആത്മീക സ്ഥിതി എന്ന് പറയുന്നത് മരണത്തിൻ്റെ സ്ഥിതിയാണ്. അപ്പോൾ ആ മരണത്തിൽ മുന്നോട്ട് പോയി ചില വർഷങ്ങൾക്ക് ശേഷം സ്വാഭാവികമായും ശാരീരിക മരണം സംഭവിക്കും. ആ ശാരീരിക മരണം എന്ന വേർപാട് സംഭവിക്കുമ്പോൾ പിന്നീട് ആ വ്യക്തി കടക്കുന്നത് നിത്യ മരണം അല്ലെങ്കിൽ രണ്ടാമത്തെ മരണം എന്ന അവസ്ഥയിലേക്കാണ്. അതിനെയാണ് നരകത്തിൻ്റെ അനുഭവമെന്നും
നിത്യ അഗ്നി എന്നും ഒക്കെ ദൈവവചനം വിളിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നുള്ള രക്ഷയാണ് മനുഷ്യന് ആവശ്യം. കാരണം ഈ പാപത്തിൽ നിന്ന് വിമോചനം ലഭിക്കുന്നില്ല എങ്കിൽ അവന് ദൈവം മുമ്പാകെ നിൽപ്പാനുള്ള യോഗ്യത ലഭിക്കുന്നില്ല. ആദമും ഹവ്വയും പാപം ചെയ്ത ശേഷം നാം അവരെ കാണുന്നത് വൃക്ഷങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നവരായിട്ടാണ്. എന്നാൽ അവരെ അന്വേഷിച്ച് ദൈവം വരുന്നു. ദൈവത്തിന് മാത്രമേ അവരെ രക്ഷിക്കുവാൻ കഴിയുള്ളൂ. അവരെത്രമാത്രം പരിശ്രമിച്ചാലും ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ അവർക്ക് സാധ്യമല്ലായിരുന്നു. അതറിഞ്ഞുകൊണ്ട് ദൈവം മനുഷ്യനെ തിരക്കി വന്നു. അവൻ്റെ പാപം ക്ഷമിച്ച് അവനെ യഥാസ്ഥാനപ്പെടുത്തുന്നു. അപ്പോൾ ഇതാണ് രക്ഷയുടെ പ്രവൃത്തി. ദൈവം മുൻകൈയെടുത്ത് മനുഷ്യൻ്റെ പാപം ക്ഷമിച്ച് അവനെ ദൈവത്തോട് നിരപ്പിക്കുന്നു. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ദൈവം പാപത്തെ വെറുതെ വാക്കുകൾ കൊണ്ട് ക്ഷമിക്കുകയല്ല. ബലഹീനായ മനുഷ്യനല്ലേ, ഞാനത് മറന്നു കളയാം എന്ന് ദൈവം വിചാരിക്കുകയല്ല. കാരണം അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഉചിതമായ പ്രവർത്തനമല്ല. ദൈവം ദൈവത്തിൻ്റെ നിയമങ്ങൾ തന്നെ അനുസരിക്കുന്നു. ദൈവത്തിൻ്റെ നിയമമാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. അല്ലെങ്കിൽ റോമാലേഖനം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് പോലെ പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. എബ്രായലേഖനം 9:22 നാം ഇപ്രകാരം വായിക്കുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ നിയമം. ദൈവം ആ നിയമത്തെ അനുസരിച്ചതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ പാപങ്ങൾക്കായി മരിക്കുവാൻ, ബലിയായിത്തീരുവാൻ ലോകത്തിലേക്ക് അയച്ചത്. ആദാമിൻ്റെ പാപം മുതൽ പഴയ നിയമകാലത്തെ എല്ലാവരുടെയും പാപത്തെ ദൈവം ക്ഷമിച്ചത് ചരിത്രത്തിൽ വരാനിരിക്കുന്ന ഈ വലിയ യാഗം കണ്ടിട്ടാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം. തൻ്റെ പുത്രനെ ദൈവം കൈവിട്ടു എന്നാണ് ദൈവവചനം പറയുന്നത്. അതിനെക്കുറിച്ചാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ചരിത്രത്തിലെ ഏറ്റവും വലിയ കൈമാറ്റമാണ് ഇവിടെ നടക്കുന്നത്, വലിയ എക്സ്ചേഞ്ച്. നമ്മുടെ പാപത്തെ യേശുക്രിസ്തുവിൻ്റെ മേലാക്കി. അവൻ നമുക്ക് വേണ്ടി പാപം ആയി. അവൻ പാപി ആയില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, പക്ഷെ അവൻ പാപം ആയി. അങ്ങനെ പാപമായപ്പോൾ അവൻ്റെ നീതി നമുക്ക് ലഭിച്ചു. കാരണം ഈ പാപത്തിൻ്റെ ശിക്ഷ പൂർണ്ണമായി പാപം ചെയ്യാത്ത പരിശുദ്ധനായ ദൈവപുത്രനെ ഏറ്റുവാങ്ങി. അങ്ങനെ ദൈവത്തിൻ്റെ നീതി നമുക്ക് ലഭിച്ചു. അതിനെയാണ് പൗലോസ് റോമാലേഖനത്തിൽ നീതീകരണം എന്ന് പറയുന്നത്. എന്നാൽ നീതീകരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മെ നീതിയുള്ളവരാക്കുക എന്നല്ല. പിന്നെയോ നമ്മെ ദൈവത്തിൻ്റെ നീതിയിൽ കുറ്റവിമുക്തരായി പ്രഖ്യാപിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. നീതിയുള്ളവരായി പിന്നീട് നാം ജീവിക്കണം. എന്നാൽ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുമ്പോൾ നാം യാതൊരു നീതിപ്രവൃത്തിയും ചെയ്തിട്ടില്ല, പാപം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ പാപം എവിടുന്ന് വന്നു? ആദി മാതാപിതാക്കൾ പാപം ചെയ്യുമ്പോൾ മനുഷ്യജാതി മുഴുവൻ പാപത്തിന് അധീനരായതായി ദൈവം കണക്കാക്കുന്നു. കാരണം ആദമും ഹവ്വയും നമ്മുടെ പ്രതിനിധികളായി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നു. റോമാലേഖനം 5-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് വ്യക്തമായി വിശദീകരിക്കുന്നത്, മനുഷ്യൻ
പാപം ചെയ്ത് പാപിയാകുകയല്ല, പിന്നെ അവൻ പാപിയായതുകൊണ്ട് അവൻ പാപം ചെയ്യുന്നു. ആദാം പാപം ചെയ്തപ്പോൾ മനുഷ്യന് ആ പാപത്തിൻ്റെ അധീനത്വം ഉണ്ടായി. അതുകൊണ്ട് ഇന്ന് ജനിക്കുന്ന ഓരോ ശിശുവും ഈ പാപത്തിലാണ് ജനിക്കുന്നത്. അതാണ് നാം നേരത്തെ പറഞ്ഞ ആത്മീക മരണം. ഇത് പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വസ്തുതയാണ്. എന്നാൽ ദൈവവചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യർക്കും പാപത്തിൽ നിന്നുള്ള വിടുതൽ ആവശ്യമായിരിക്കുന്നത്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അപ്പോൾ ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുക. ദൈവം മനുഷ്യനോട് നിരക്കുകയല്ല, മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുന്നതിനത്രേ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് തൻ്റെ രക്തം ചൊരിഞ്ഞത്. അങ്ങനെയാണ് നിരപ്പിൻ്റെ ശുശ്രൂഷ ദൈവം സാധിച്ചത്. അതുകൊണ്ട് പൗലോസ് ഈ വാക്യങ്ങൾ പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന നിയോഗം ഈ നിരപ്പിൻ്റെ ശുശ്രൂഷയിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുക സ്നേഹപൂർവ്വം എന്നുള്ളതാണ്. എന്നാൽ ആ നിരപ്പ് വെറുതെ ഒരു വാക്കല്ല, തൻ്റെ പുത്രനെ മറുവിലയായി നൽകി ദൈവം ആ നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് മനുഷ്യനെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അത് ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് ദൈവം നീതിയായി കണക്കിടുന്നു. അപ്പോൾ ഇതാണ് നിരപ്പിൻ്റെ ശുശ്രൂഷ, ഇതാണ് സുവിശേഷം. ഇന്ന് പലരും പറയുന്നത് സുവിശേഷം എന്നാൽ കുറച്ച് നല്ല കാര്യങ്ങൾ ആളുകളെ പഠിപ്പിക്കുക, നല്ലതായിട്ട് ജീവിക്കാൻ ആളുകളെ ഉപദേശിക്കുക, അല്ലെങ്കിൽ ദൈവമുണ്ട്, ദൈവം നമുക്കെല്ലാ കാര്യങ്ങളും തരുന്നു, ദൈവം അനുഗ്രഹങ്ങൾ നൽകുന്നു, പ്രാർത്ഥിച്ചാൽ മതി. ഇതൊന്നും പ്രിയപ്പെട്ടവരെ സുവിശേഷം അല്ല. നല്ല മനുഷ്യനായി ജീവിക്കുന്നതിന് സുവിശേഷം ആവശ്യമില്ല. സുവിശേഷം വരുന്നതിന് മുമ്പ് ആളുകൾ നല്ലവരായി ചിലരൊക്കെ ജീവിച്ചിട്ടുണ്ട്. ഇന്നും അനേകർ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നല്ല മനുഷ്യരായി, അതായത് നല്ല സാമൂഹ്യ പ്രതിബദ്ധതയോടെ മറ്റുള്ളവരെ സേവിച്ചുകൊണ്ട് ജീവിതം സമൂഹത്തിനായി ഒഴിഞ്ഞു വെച്ചൊക്കെ ജീവിക്കുന്നവരുണ്ട്. കർത്താവിൽ ദൈവത്തിൽ പോലും വിശ്വസിക്കാത്തവർ. എന്നാൽ സുവിശേഷം അതല്ല. സുവിശേഷം പാപങ്ങളുടെ പരിഹാരമായി ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അവൻ്റെ ക്രൂശിലെ മരണത്താൽ ഇന്ന് നമ്മുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കുന്നു. പാപക്ഷമ നമുക്ക് നൽകി നിത്യജീവനിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത് നാം വേർതിരിച്ചറിയണം. വെറുതെ കുറച്ച് നല്ല കാര്യങ്ങൾ പറയുന്നത് സുവിശേഷമല്ല. നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ ഈ നല്ല കാര്യങ്ങൾ കൊണ്ടോ നല്ല ഉപദേശങ്ങൾ കൊണ്ടോ സാധ്യമല്ല. അത് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ്, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആ ക്രൂശിലെ യാഗം എനിക്ക് വേണ്ടി എൻ്റെ പേർക്ക് ദൈവം നിവർത്തിച്ചു എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഞാൻ ഈ നിത്യജീവനിലേക്ക് കടക്കുന്നത്. അതിനെയാണ് ദൈവവചനം വീണ്ടും ജനിക്കുക എന്നും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കുക എന്നും അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കടക്കുക എന്നും ഒക്കെ പറയുന്നു. ഇത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം സംഭവിക്കുന്നതാണ്. ദിവസവും നമ്മൾ വീണ്ടും ജനിക്കുകയല്ല. പാപങ്ങൾ ചെയ്തു പോകാം, പിന്നീട് നമ്മൾ അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നു. നമ്മുടെ കൂട്ടായ്മ, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ വീണ്ടും ശരിയാക്കപ്പെടുന്നു. എന്നാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഈ നിരപ്പിൻ്റെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ ഓരോ വ്യക്തിക്കും സാധിക്കണം. അതിനെയാണ് വീണ്ടും ജനനം എന്ന് വളരെ വ്യക്തമായി ദൈവവചനം പറയുന്നത്. അപ്പോൾ ഇതാണ് നിരപ്പിൻ്റെ ശുശ്രൂഷ. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാവരോടും ഇത് പറഞ്ഞുകൊണ്ട് നടക്കണോ? നാം എല്ലാവരും സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവരാണ്.
സാമൂഹ്യ പ്രതിബദ്ധത നമുക്ക് ആവശ്യമാണ് എന്ന് സംശയമില്ല. ഇന്ന് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ സമൂഹം, നമ്മുടെ രാജ്യം, ഈ ലോകം തന്നെ അതിഭീതിതമായ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. COVID-19 എന്ന് പറയുന്ന മഹാമാരി താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ വ്യാപനം വളരെയധികം വർദ്ധിക്കുന്നു ദിനം പ്രതി. അതിനോടനുബന്ധിച്ച് തൊഴിലില്ലായ്മ, സാമ്പത്തിക ക്ലേശങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ഇവയിലെല്ലാം ആളുകൾ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ഓർക്കണം. അതുകൊണ്ട് വിശ്വാസികൾക്ക് വലിയ ഒരു പങ്ക് ഉണ്ട്. നമ്മുടെ വാക്കുകളാൽ, നമ്മുടെ പ്രവൃത്തികളാൽ, നമ്മുടെ സമയം ഉപയോഗിച്ച്, നമ്മുടെ പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ആശ്വാസവും സമാധാനവും പകരുന്ന ഒരു ശുശ്രൂഷ നമുക്കുണ്ട്. അതിനെ വില കുറച്ച് കാണുകയല്ല. എന്നാൽ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അതല്ല. ഒരാളിനെ കുറച്ച് സാമ്പത്തിക സഹായം നൽകുകയോ ചികിത്സ നൽകുകയോ ആശ്വാസം പകരുകയോ ഒക്കെ ചെയ്യുന്ന നല്ല കാര്യം അത്രേ. എന്നാൽ അവൻ ഈ നിരപ്പിൻ്റെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ ഇതെല്ലാം വ്യർത്ഥമാണ്. അത് നാം ഓർക്കണം. ദൈവം നമ്മെ വിളിച്ചാക്കിയിരിക്കുന്നത് ഈ ശുശ്രൂഷയുടെ അനുഭവത്തിലേക്ക്, ഈ നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരുന്നതിനായിട്ട്. സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ദൗത്യം അത് തന്നെയാണ്. പലപ്പോഴും സഭ നമുക്കറിയാം ഒരു ലൗകിക സ്ഥാപനമായി അധപ്പതിച്ചു പോകും. ഇന്ന് ദശകോടികൾ മുടക്കി പണിഞ്ഞ അനേക സൗധങ്ങൾ പൂട്ടി ഇട്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഭംഗമില്ലാതെ മുമ്പോട്ട് പോകുന്നു. ഇന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ കൂടെ, വിവര സാങ്കേതിക വിദ്യയിൽ കൂടെ അനേകം ആളുകൾ ഈ വചനം ശ്രവിക്കുന്നു. നാം നമ്മെ തന്നെ പരിശോധിക്കണം. നാം നമ്മുടെ ദൗത്യം നിറവേറ്റുന്നവരാണോ? നമ്മുടെ സമൂഹത്തിൽ, സഭയിൽ തന്നെ നമ്മുടെ സേവനങ്ങളും ശുശ്രൂഷകളും ആവശ്യമുള്ള അനേകരുണ്ട്. എന്നാൽ നാം യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ അനുരഞ്ജനത്തിൻ്റെ, സുവിശേഷത്തിൻ്റെ ഈ സന്ദേശം ആളുകൾക്ക് നൽകുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ 2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. ഒന്ന്, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണം എന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. നാം ചിലപ്പോൾ സഭയുടെ അംഗങ്ങളായിരിക്കാം, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഈ നിരപ്പിൻ്റെ അനുഭവത്തിൽ, ഈ രക്ഷയുടെ അനുഭവത്തിൽ നമ്മൾ കടന്നു വന്നിട്ടില്ല എങ്കിൽ, അങ്ങനെ വ്യക്തമായ ഒരു നിശ്ചയം നമുക്കില്ല എങ്കിൽ അത് ഉറപ്പാക്കണം. കർത്താവിൻ്റെ രക്ഷയിലേക്ക് കടന്നു വരണം. രണ്ടാമത്, ആ രക്ഷയിലേക്ക് കടന്നു വന്ന അനേകർക്ക് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അവർ ഈ നിയോഗം പൂർണ്ണ മനസ്സോടെ ശിരസ വഹിക്കണം. നാം ചെയ്യുന്ന ഏത് കാര്യമാകട്ടെ, അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വലിയ ദൗത്യമെന്ന് പറയുന്നത്, നാം ഇടപെടുന്ന എല്ലാവരെയും കർത്താവിൻ്റെ ഈ നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുവേണ്ടി ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ഇന്ന് എന്നത്തേക്കാൾ ഉപരി ഇതിന് പ്രസക്തിയുണ്ട്. നമ്മുടെ സമൂഹത്തിന് സമാധാനം ആവശ്യമുണ്ട്, ആശ്വാസം ആവശ്യമുണ്ട്. എന്നാൽ അതിനൊക്കെ ഉപരിയായി ദൈവത്തോടുള്ള സമാധാനം പ്രാപിപ്പാൻ ആളുകളെ സ്നേഹത്തോടെ നിർബന്ധിക്കുവാൻ ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. സഭയായി, വ്യക്തികളായി നാം എങ്ങനെ
ഈ ദൗത്യം നിർവഹിക്കുന്നു. നാം ദൈവത്തിൻ്റെ ജനമായി ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളായി ദിനംതോറും വർദ്ധിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നതിനെയും കാണപ്പെടാത്തതുമായ സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായി ഏകപിതാവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങൾക്ക് മുമ്പേ തന്റെ പിതാവിൽ ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിപ്പിക്കപ്പെട്ടവനുണ്ടാക്കപ്പെട്ടവനല്ല. പിതാവിനോട് ഏകത്വമുള്ളവൻ, അവനാൽ സകലമുണ്ടായി. അവൻ മനുഷ്യരായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ നിന്ന് മനുഷ്യനായിരുന്നു. പുണ്യവാസി പിലാത്തോസിന്റെ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. തിരുവെഴുത്തിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായീകരിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. കർത്താവ് ജീവിക്കുന്നവൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്നവൻ, പിതാവിനോടും പുത്രനോടും കൂടെ ബന്ധിക്കപ്പെട്ടവൻ, പ്രവാചകരുടെ പ്രവേശിച്ചതുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കാതോലികവും അപ്പോസ്തലികവുമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകബപ്തിസ്മയെ ഞാൻ വിശ്വസിക്കുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനത്തിനും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ഈ ആഴ്ചയിൽ പിറന്നാളും വിവാഹ വാർഷികവും കൊണ്ടാടുന്ന നമ്മുടെ ഇടവകാംഗങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഡോക്ടർ ജോസഫ് കെ തോമസ് കണിയാങ്കുളം, മിസ് റൈറ്റ് ആർ സാമുവേൽ വെളിയിൽ പുത്തൻ വീട്, മിസ്സസ് സിന്ധു മാത്യു ഗ്രേസ് വില്ലർ, മിസ്സസ് ലിൻസി സാജൻ സാഫല്യം, മിസ്സസ് മണി തോംസൺ ജേക്കബ്സ് കോട്ടേജ്, മാസ്റ്റർ ജെറിൻ വേണു പൈലംപാട്ട് വീട്, മാസ്റ്റർ റെയ്ബൻ സിനിൽ ജെയിംസ് പുത്തൻ വീട്, മാസ്റ്റർ റെയ്ഡൻ സിനിൽ ജെയിംസ് പുത്തൻ വീട്, മിസ്റ്റർ റിജോ ജെ ജേക്കബ് പീസ് കോട്ടേജ്. വിവാഹ വാർഷികം മിസ്റ്റർ ആൻഡ് മിസ്സസ് ജേക്കബ് ജോൺ ജിന്നിലാൻ, മിസ്റ്റർ ആൻഡ് മിസ്സസ് പീറ്റർ ഷൗറിയ വയലിൽ പുത്തൻ വീട്. ഈ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
ഞങ്ങളെ സൃഷ്ടിച്ചവനും ഞങ്ങളെ പരിപാലിക്കുന്നവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പുതുവർഷത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന ഈ ഞങ്ങളുടെ ദാസനെ എല്ലാവരെയും സ്തോത്രത്തോടുകൂടെ തിരുമുമ്പിൽ ഞങ്ങൾ ഓർക്കുന്നു. വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളായും പ്രവേശിക്കപ്പെട്ടിരിക്കുന്നതായ പുതുവർഷത്തിന്റെ നാളുകൾ അവിടുത്തെ കരങ്ങളിലുള്ള സമർപ്പണത്തോടെ ജീവിപ്പാൻ എൻ്റെ മക്കൾക്കെല്ലാം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലമെല്ലാം എത്ര കരുണയോടുകൂടെ എൻ്റെ ദാസരെ അവിടുന്ന് പരിപാലിച്ചുവെന്നോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കഴിക്കുന്നു. പൂർണ്ണമായ ദൈവാശ്രയത്തിൽ ആയുസിന്റെ നാളുകളിലെല്ലാം ജീവിപ്പാൻ നിന്റെ മക്കളെ പ്രാപ്തരാക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥനയ്ക്കായി അല്പസമയം നമുക്ക് ചിലവഴിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈ വിശുദ്ധ ദിനത്തിന്റെ പ്രഭാതത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് വന്ന് ദൈവത്തെ ആരാധിക്കാനായി ദൈവം ഒരവസരം കൂടെ നമുക്ക് നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഈ കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ദൈവത്തിന്റെ അളവറ്റ കരുണയും ദയയും അനുഭവിക്കാൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ കർത്താവ് സഹായിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ വളരെയധികം വിഷമകരമായി തീരുന്ന ഒരന്തരീക്ഷത്തിൽ നാം ജീവിക്കുന്നു. രോഗവ്യാപനത്തിന്റെ കാര്യത്തിൽ ദിവസം തോറും വലിയ വർധനമുണ്ടായിക്കൊണ്ടിരിക്കുന്നതായ ഒരു ചുറ്റുപാടിൽ വളരെ ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ അവിടുന്ന് അടിയങ്ങൾക്കെല്ലാം സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ പ്രത്യേകമായി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പല ജില്ലകളിലും വളരെയധികം രോഗബാധകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ ദിനങ്ങളിൽ ദൈവത്തിന്റെ വലിയ കൃപ ഞങ്ങളുടെ മേൽ അവിടുന്ന് ചൊരിയണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം പാർക്കുന്ന കൊല്ലം പട്ടണത്തെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഈ ദേശത്ത് പാർക്കുന്ന എല്ലാ വ്യക്തികൾക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ആശുപത്രികളെയും അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനു വേണ്ടിയും നഴ്സസിനു വേണ്ടിയും ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിൽ വിവിധ രീതികളിൽ പങ്കുചേരുന്ന എല്ലാവർക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആരും രോഗബാധിതരായി തീർന്ന ശുശ്രൂഷയ്ക്ക് ഒരു പ്രയാസം ഉണ്ടാകുവാൻ ദൈവമേ അവിടുന്ന് സമ്മതിക്കരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുകൾ നിയന്ത്രണ വിധേയമാക്കി മുമ്പോട്ട് പോകുന്നതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രിയും പകലുമെന്നില്ലാതെ അവർ ക്ഷീണം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രയത്നങ്ങളെ അവിടുന്ന് ഫലകരമാക്കി തീർക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭരണ ചുമതലകൾ വഹിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവികമായ ജ്ഞാനത്തോടും ആലോചനയോടും കൂടെ അതത് സമയങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുക. എൻ്റെ മക്കൾക്കെല്ലാം അവിടുത്തെ നടത്തിപ്പും ആലോചനയും അവിടുന്ന് നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രായാധിക്യത്തിൽ ആയിരിക്കുന്നവരെ ഓർക്കാം. പലതരത്തിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളിലൂടെ ഈ നാളുകളിൽ കടന്നു പോകുന്നവരെ ദൈവസന്നിധിയിൽ ഓർക്കാം.
സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജീവിത സാഹചര്യങ്ങളിൽ മനം തകർന്നിരിക്കുന്നവരെ നമുക്ക് ദൈവമുമ്പിൽ ഓർക്കാം. ദൈവികമായ സാന്നിധ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അഭയമായി ശക്തിയായി അനുഭവമാകുവാൻ ദൈവമേ അവിടുത്തെ കരങ്ങൾ പ്രവർത്തിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായി പോയിട്ടുണ്ട്. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ ചെവി മന്ദമായി പോയിട്ടുണ്ട്. പൂർണ്ണമായ വിശ്വാസത്തോടെ ദൈവാശ്രയത്തോടെ ദൈവികമായ ഇടപെടലുകൾക്കായി നമുക്ക് യാചിക്കാം. ഇന്ന് കേട്ട ദൈവവചനത്തെ ഓർത്ത ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം കരയറ്റാം. ഇന്ന് ദൈവവചന ശുശ്രൂഷ നിർവഹിച്ച ഡോക്ടർ മാത്യു ജേക്കബിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവകരങ്ങളിലുള്ള പരിപൂർണമായ സമർപ്പണത്തോടും ഉന്നതമായ സുവിശേഷ ദർശനത്തോടും കൂടെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഈ നാളുകളിലൊക്കെ എൻ്റെ മക്കളെ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. യുവജനങ്ങളുടെ മധ്യത്തിൽ പ്രത്യേകിച്ച് മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്യുന്ന ഡോക്ടറെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കും. ഇന്ന് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലിലും ഡോക്ടർ ഇടപെടുന്ന എല്ലാ രംഗങ്ങളിലും കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം എൻ്റെ മകനിലൂടെ മകനുമായിട്ട് ഇടപെടുന്ന ഏവർക്കും അനുഭവമാകുവാൻ ദൈവം സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബമായി എൻ്റെ മക്കളെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മിൽ നിന്ന് ദൂരെയായിരിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ കൃപ എൻ്റെ മക്കളോട് കൂടെ ഇരുന്ന് അവിടുന്ന് കാത്തുകൊള്ളണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. നമുക്കായി പ്രാർത്ഥിക്കുന്നവർക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിന്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അവിടുന്ന് ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിനുള്ള ഞങ്ങളുടെ അജ്ഞതയും അവിടുന്ന് അറിയുന്നു. ഞങ്ങളുടെ യോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുൻപാകെ സമർപ്പിക്കാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സറിവുണ്ടാകും. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. 412 ഗീതം.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ സ്നേഹത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വന്ന് കർത്താവെ, ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കാൻ, മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് നൽകിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഒരുമിച്ച് കൂടി വരുവാൻ ഞങ്ങൾക്കിന്നും കഴിയുന്നില്ലെങ്കിലും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളുടെ ആരാധനയിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചതോർത്ത് അടിയങ്ങൾ അങ്ങേക്ക് സ്തോത്രം നൽകുന്നു. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കണം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുന്നു. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും ദൈവത്തിന്റെ കൃപയുള്ള കരുണയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഈ ആരാധനയിൽ സംബന്ധിച്ച എല്ലാവരെയും ഓർത്ത് നന്ദിയോടുകൂടെ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. പലയിടങ്ങളിൽ ഇരുന്ന് എന്നാൽ ആത്മാവിന്റെ ഐക്യതയിൽ ദൈവത്തെ ആരാധിക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് ഇടയാക്കിയതോർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. എല്ലാവരെയും സർവശക്തനായ ദൈവം തൻ്റെ കൃപയാൽ നിറച്ച് വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയെ ഓൺലൈൻ സംവിധാനത്തിൽ ക്രമീകരിക്കുവാൻ നമ്മെ സഹായിച്ച എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മെ ദിനംതോറും വഴി നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥന. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.